മാനനഷ്ട കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ കൊലയാളി പരാമർശത്തിലാണ് മാനനഷ്ട കേസ്. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ പറയൂ. 2018 കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് രാഹുൽ ഈ അമിത്ഷയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയത്. കൊലയാളി എന്നുള്ള പരാമർശമായിരുന്നു അമിത്ഷയ്ക്കെതിരെ നടത്തിയത്. ഇതിനെതിരെ ബിജെപിയുടെ നേതാവ് വിജയ് മിശ്ര ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ നൽകിയ പരാതിയിൽ ഹർജിയിലാണ് ഇപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിചാരണയുമായി ബന്ധപ്പെട്ടാണ് മൊഴി നൽകുവാൻ വേണ്ടിയാണ് രാഹുൽ ഈ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 ഈ കേസിൽ സുൽത്താൻപൂർ കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സമാനമായ കേസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരം പരാതികൾ ഉയർന്നിരുന്നു. ഇതേ പരാമർശത്തിനെതിരെ ഇത്തരം കേസുകൾ പല കോടതികളിലും ഇപ്പോൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ രാഹുൽ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഭയപ്പെടുത്താനാകില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു പരാമർശമായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ മൊഴി നൽകി രാഹുൽ മടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഈ സുൽത്താൻപൂർ കോടതിയിൽ തുടരുകയാണ്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.